നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ്രകരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. ABC സെയിൽസ് കോർപ്പറേഷൻ, ABC സ്ക്വയർ, NH പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാറ്റിലും മഴയിലും മലയോരത്തും തീരദേശത്തും വ്യാപക നാശനഷ്ടങ്ങൾ. നിരവധി വീടുകൾക്കും തൊഴുത്തുകൾക്കും കേടുപാടുകൾ. നൂറുകണക്കിന് വാഴകൾ ഉൾപ്പെടെ കാർഷിക വിളകളും വൻതോതിൽ നശിച്ചു. ഹക്കീം വധം. സംയുക്ത സമരസമിതിയുടെ നിരാഹാര സത്യാഗ്രഹ സമരം 38ാം ദിവസത്തിലേക്ക്. 13 ദിവസമായി നിരാഹാരം തുടരുന്ന സംയുക്ത സമരസമിതി അംഗം TTV ലാലുവിന്റെ ആരോഗ്യനിലയിൽ ആശങ്ക. മാട്ടൂൽ കാവിലേപ്പറമ്പ് ക്രോസ് ബാർ കാലപ്പഴക്കത്താൽ തകർന്നു. പുതുക്കിപ്പണിയാൻ നടപടിയില്ല. പ്രദേശം ഉപ്പുവെള്ള ഭീഷണിയിൽ. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. പഴയങ്ങാടി എരിപുരത്തെ വാട്ടർ അതോറിറ്റിയുടെ ടാങ്ക് പൊളിച്ചു നീക്കിയ കേസ്. പ്രതി ബിലാവിന്റെ അകത്ത് തൻവീർ അഹമ്മദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തിന് ഒത്താശ ചെയ്ത ചില ഉന്നതരും കേസിൽ കുടുങ്ങിയേക്കും. വിശുദ്ധ റംസാൻ ആരംഭിച്ചതോടെ നിസ്കാര തൊപ്പി വിപണി കൂടുതൽ സജീവമായി. 50 രൂപ മുതൽ 300 രൂപ വരെ വിലയുള്ള വ്യത്യസ്തത പുലർത്തുന്ന തൊപ്പിത്തരങ്ങൾ വിപണിയിൽ സുലഭം. മാടായി പഞ്ചായത്ത് അംഗം മുസ്ലിം ലീഗിലെ MT സുഹറ രാജിക്കൊരുങ്ങുന്നു. തന്നെ കയ്യേറ്റം ചെയ്ത പഞ്ചായത്ത് ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കാൻ തയ്യാറാകാത്തതിലുള്ള പ്രതിഷേധമാണ് രാജ്യസന്നദ്ധയ്ക്ക് പിന്നിലെന്ന് സൂചന. കാലവർഷത്തിൽ ചെറുപുഴ നല്ലോംപുഴ റോഡ് തകർന്ന് ഇതുവഴി യാത്ര തീർത്തും ദുഷ്കരമായി. ദുർഘടമായ റോഡിൽ അപകടം പതിവായതിനെ തുടർന്ന് വാഹന ഗതാഗതം നിർത്തിവെച്ചു. കാലവർഷം ശക്തിപ്പെട്ടു തുടങ്ങിയതോടെ വിശ്രമമില്ലാത്ത പണിത്തിരക്കിലാണ് KSEB ജീവനക്കാർ. കാറ്റും മഴയും പ്രതികൂല കാലാവസ്ഥയും വകവയ്ക്കാതെ നാടിന്റെ വെളിച്ചവും ഊർജ്ജവും കാക്കുകയാണിവർ. വിശദമായ വാർത്തകളിലേക്ക്. കനത്ത കാറ്റിലും മഴയിലും മലയോരത്ത് വ്യാപക നാശനഷ്ടം. മരം പൊട്ടിവീണ് നിരവധി വീടുകൾക്കും തൊഴുത്തുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. കൊല്ലാട, കണ്ണിക്കുന്ന്, അരിമ്പ, ഭൂതാനം തുടങ്ങിയ പ്രദേശങ്ങളിൽ മരം വീണ് വൈദ്യുതി പോസ്റ്റുകൾ തകർന്നതിനാൽ പ്രദേശം ഇരുട്ടിലായി. ശനിയാഴ്ച പുലർച്ചെ 3 മണിയോടുകൂടിയുണ്ടായ കാറ്റിലും മഴയിലുമാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത്. അരിമ്പയിൽ മരം പൊട്ടിവീണ് 7ഓളം വൈദ്യുതി പോസ്റ്റുകൾ തകർന്നിട്ടുണ്ട്. കണ്ണിക്കുന്നിലും കൊല്ലാടിയിലും മരം വീണ് നിരവധി വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. കടുമേനി ബോംബെ മുക്കിലെ മുട്ടാണിശ്ശേരി പ്രഭാകരന്റെ വീടിനുമേലെ പ്ലാവ് പൊട്ടിവീണ് വീട് ഭാഗികമായി തകർന്നു. വീടിനകത്തുണ്ടായിരുന്ന അസുഖബാധിതനായ മകനെയും കൊണ്ട് പുറത്തേക്കിറങ്ങി ഓടിയതിനാൽ അപകടമുണ്ടായില്ല. അമ്പലത്തിങ്കൽ അന്നമ്മ ബിനുവിന്റെ തൊഴുത്തിനുമേലെ പന കടപുഴകി വീണ് തൊഴുത്ത് തകരുകയും പശുവിന് പരിക്കേൽക്കുകയും ചെയ്തു. താഴത്തുകുന്നൽ സിസിലിയുടെ പശുത്തൊഴുത്തിനുമേൽ മരമൊടിഞ്ഞു വീണ് തൊഴുത്തു തകർന്നു. ചെറുപുഴ ഭൂതാനത്ത് നിരവധി വൈദ്യുതി പോസ്റ്റുകൾ നിലംപൊത്തിയിട്ടുണ്ട്. കുന്നത്തറയിൽ കുഞ്ഞുമോന്റെ വീടിന്റെ ആസ്ബറ്റോസും കാറ്റിൽ പറന്നു. ഇതുകൂടാതെ നിരവധി കർഷകരുടെ കമുക്, വാഴ, ചേമ്പ്, ചേന, കപ്പ തുടങ്ങിയ കാർഷിക വിളകളും നശിച്ചിട്ടുണ്ട്. ചെറുപുഴ ഈസ്റ്റലേരി പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ വൈദ്യുതി ബന്ധം പാടെ വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. മുത്തത്തിയിൽ വൻ കൃഷിനാശം വിതച്ച് കാറ്റിന്റെ താണ്ഡവം. മുത്തത്തിയിലെ KV രാജന്റെ തോട്ടത്തിലെ 75ഓളം കുലച്ച വാഴകളാണ് ശനിയാഴ്ച വീശിയടിച്ച കാറ്റിലും മഴയിലും പെട്ട് പൊട്ടിവീണത്. കാനായി മുത്തത്തിയിലെ KV രാജന്റെ 75ഓളം കുലച്ച വാഴകളാണ് ശനിയാഴ്ച പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിൽ നശിച്ചത്. 1 മാസം കഴിഞ്ഞാൽ വിളവെടുക്കാറായ വാഴകളാണ് കാറ്റിൽ പൊട്ടിവീണത്. വില്ലേജ് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. തൃക്കരിപ്പൂർ ഉടുമ്പൻതലയിലെ കരിക്കടവിൽ കാറ്റടിച്ച് വാഴകൾ കാറ്റിൽ നിലംപൊത്തി. ഉടുമ്പൻതല കരിക്കടവിൽ കൈരളി പുരുഷ സ്വയം സഹായ സംഘം പ്രവർത്തകർ കൃഷി ചെയ്ത 48ഓളം വാഴകളാണ് ശക്തമായ കാറ്റിൽ നശിച്ചത്. ഉടുമ്പൻതല കൈരളി പുരുഷ സഹായ സംഘം കൃഷി ചെയ്ത 75ഓളം വാഴകളിൽ കുലച്ച 48 വാഴകളാണ് ശനിയാഴ്ച രാവിലെയുണ്ടായ ശക്തമായ കാറ്റിൽ പൊട്ടിവീണത്. 20 പേരുടെ കൂട്ടായ്മയിലുണ്ടായ വിളകളാണ് നശിച്ചത്. കൃഷിഭവനിലും വില്ലേജ് ഓഫീസിലും വിവരമറിയിച്ചതായി കൈരളി പുരുഷ സഹായ സംഘം പ്രസിഡന്റ് P. കുഞ്ഞികൃഷ്ണനും സെക്രട്ടറി KV രഘുവും മറ്റ് പ്രവർത്തകരും പറഞ്ഞു. ഇന്നലെ വന്ന കാറ്റിനാണ് ഇതെല്ലാം നശിച്ചത്. ഇടവിളയായിട്ട് കപ്പ എല്ലാം കൃഷി ചെയ്തിട്ടുണ്ട്. 10-20 ആൾ ഞങ്ങളുടെ സംഘത്തിലെ
എല്ലാവരും അധ്വാനിച്ചിട്ട് ചെയ്തതാണ്. എല്ലാവർക്കും ജോലിയുള്ളവരാണ്. അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന സമയത്ത് വന്നിട്ട് എല്ലാവരും അധ്വാനിച്ച് ചെയ്ത കൃഷിയാണ് ഇങ്ങനെ നശിച്ചു വന്നിട്ട് കാറ്റിന് എല്ലാം പൊട്ടി വീണ്. റെയിൽവേ ട്രാക്കിൽ മരം പൊട്ടിവീണ് ട്രെയിൻ ഗതാഗതം 3/4 മണിക്കൂറോളം നിലച്ചു. തൃക്കരിപ്പൂർ രാമവില്യം റെയിൽവേ ഗേറ്റിനു സമീപത്താണ് ശനിയാഴ്ച രാവിലെ 5:30 ട്രാക്കിൽ മരം പൊട്ടിവീണത്. ഏറെ നേരം പണിപ്പെട്ടാണ് ട്രാക്കിൽ നിന്നും മരം മുറിച്ചു നീക്കാനായത്. ശനിയാഴ്ച രാവിലെ വീശിയ ശക്തമായ കാറ്റിൽ രാമവില്യം ഗേറ്റിന് വടക്കുഭാഗം ഡൗൺ ലൈനിൽ മരം പൊട്ടിവീഴുകയായിരുന്നു. വൈദ്യുത കമ്പിയും പൊട്ടിവീണു. ഗേറ്റ് കീപ്പർ MV സന്തോഷ് വിവരമറിയിച്ചതിനെ തുടർന്ന് നടക്കാവിൽ നിന്നും എത്തിയ ഫയർഫോഴ്സുകാരും നാട്ടുകാരും റെയിൽവേ ജീവനക്കാരും കൂടി 1 മണിക്കൂറോളം പണിപ്പെട്ടാണ് മരം നീക്കിയത്. സംഭവ സ്ഥലത്ത് ഫയർഫോഴ്സും ട്രാളിമാൻമാരും പിന്നെ നാട്ടുകാരും കീമാൻമാർ മറ്റ് ഉദ്യോഗസ്ഥന്മാരെല്ലാം സംഭവ സ്ഥലത്തെത്തി. അപകടങ്ങളൊന്നുമില്ലാണ്ട് ട്രെയിൻ പോയി. അപ്പ് ലൈനിൽ പരശുറാം കോഷനിൽ പോയി. ഡൗൺ ലൈനിൽ മാവേലി കോഷനിൽ പോയി. ഇതിനിടെ ഡൗൺ ലൈനിലെത്തിയ മാവേലി ചെന്നൈ ട്രെയിനുകളും അപ്പ് ലൈനിലെത്തിയ പരശുറാം എക്സ്പ്രസും 1 മണിക്കൂറിന് ശേഷം യാത്ര തുടർന്നു. ഹക്കീംവധം സംയുക്ത സമരസമിതിയുടെ നിരാഹാര സത്യാഗ്രഹ സമരം 38ാം ദിവസത്തിലേക്ക്. 13 ദിവസമായി നിരാഹാരം തുടരുന്ന സംയുക്ത സമരസമിതി അംഗം TTV ലാലുവിന്റെ ആരോഗ്യനില വഷളായി തുടങ്ങി. ഈ സാഹചര്യത്തിൽ ഞായറാഴ്ച ലാലുവിനെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ സാധ്യതയുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ഹക്കീം ഘാതകരെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് സംയുക്ത സമരസമിതി നടത്തുന്ന നിരാഹാര സത്യാഗ്രഹ സമരം 38ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. സമരസമിതി അംഗം ലാലു തെക്കേ തലക്കലിന്റെ നിരാഹാരം 13 ദിവസം പിന്നിടുന്നു. സാധാരണ മനുഷ്യരുടെ ജീവനും ജീവിതത്തിനും നേരെ ഭരണകൂടം പുലർത്തുന്ന അലംഭാവത്തിനെതിരെ ബഹുജനരോഷം ശക്തമാവുകയാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെയാണ് സമരപ്പന്തലിലേക്ക് ദിനംതോറും ജനങ്ങൾ ഒഴുകിയെത്തുന്നത്. ശനിയാഴ്ച വെള്ളൂർ സാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ സമരപ്പന്തലിലേക്ക് പ്രകടനമായെത്തി സത്യഗ്രഹിക്ക് അഭിവാദനങ്ങൾ അർപ്പിച്ചു. പ്രശാന്ത് കുമാർ സംസാരിച്ചു. സത്യഗ്രഹം തുടരുന്ന ലാലുവിന്റെ ആരോഗ്യനില വഷളായി വരുന്നതിനാൽ സമീപ ദിനങ്ങളിൽ തന്നെ അറസ്റ്റുണ്ടായേക്കും. അങ്ങനെ സംഭവിച്ചാൽ തുടർന്ന് CPI നേതാവ് KB ബാബു ആയിരിക്കും നിരാഹാരമിരിക്കുക എന്നാണ് സൂചന. പഴയങ്ങാടി എരിപുരത്തെ വാട്ടർ അതോറിറ്റിയുടെ ടാങ്ക് പൊളിച്ചു നീക്കിയ കേസിലെ പ്രതി ബിലാവിന്റെ അകത്ത് തൻവീർ അഹമ്മദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വാട്ടർ ടാങ്ക് പൊളിച്ചു നീക്കിയ കേസിന്റെ അന്വേഷണം പുതിയ വഴിത്തിരിവിലേക്ക്. സംഭവത്തിന് ഒത്താശ ചെയ്ത ചില ഉന്നതർ കേസിൽ കുടുങ്ങാനിടയുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചന. വാട്ടർ അതോറിറ്റിയുടെ കീഴിലുള്ള എരിപുരത്തെ വാട്ടർ ടാങ്ക് പൊളിച്ചു നീക്കിയതുമായി ബന്ധപ്പെട്ട് പഴയങ്ങാടി SI സുകുമാരൻ സംഘവുമാണ് പ്രതിയുടെ എരിപുരത്തെ വീടിന് സമീപത്തു നിന്നും പ്രതി അറസ്റ്റ് ചെയ്തത്. ഏറെ വിവാദങ്ങൾക്ക് ശേഷമാണ് തൻവീർ പോലീസ് പിടിയിലാകുന്നത്. തൻവീർ അഹമ്മദിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിനെ തുടർന്നായിരുന്നു തൻവീർ ഒളിവിൽ പോയത്. ഉന്നത ഉദ്യോഗസ്ഥരുടെയും ചില പോലീസ് ഉദ്യോഗസ്ഥരുടെയും സഹായത്തോടെയാണ് തൻവീർ ഇത്രയും കാലം മുങ്ങി നടന്നതെന്ന് ആക്ഷേപമുയർന്നിരുന്നു. പഴയങ്ങാടി എരിപുരത്തെ വാട്ടർ ടാങ്ക് ഭരണസ്വാധീനവും ഉന്നതരുടെ ഇടപെടലോടും കൂടിയാണ് തൻവീർ പൊളിച്ചു നീക്കിയത്. ടാങ്ക് നിലനിന്നിരുന്ന സ്ഥലത്ത് ബഹുനില കെട്ടിടം നിർമ്മിക്കുകയും ചെയ്യുന്നുണ്ട്. പഴയ വാട്ടർ ടാങ്കിന്റെ രേഖകളൊന്നും തന്നെ ഇപ്പോൾ വാട്ടർ അതോറിറ്റിയിൽ കാണാനില്ല. ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് ഫയലുകൾ മുക്കിയതാണെന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. തൻവീറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്താൽ ടാങ്ക് പൊളിച്ചു നീക്കാൻ കൂട്ടുനിന്ന ഉദ്യോഗസ്ഥരുടെ പേര് ഉൾപ്പെടെ പുറത്തുവരും. പൊതുമുതൽ നശിപ്പിച്ച കേസിലെ പ്രതികൾക്ക് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്ന വാശിയിലാണ് എരിപുരം വാട്ടർ ടാങ്ക് സംരക്ഷണ സമിതി പ്രവർത്തകർ. പഴയങ്ങാടി ചെങ്ങലിലെ VP രാജേഷ്, അഡ്വക്കേറ്റ് KJ സുനിൽകുമാർ മുഖേന നൽകിയ സ്വകാര്യ അന്യായത്തിന്മേലാണ് പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വിശുദ്ധ റംസാൻ ആരംഭിച്ചതോടെ നിസ്കാരത്തൊപ്പി വിപണി കൂടുതൽ സജീവമായി. 50 രൂപ മുതൽ 300 രൂപ വരെ വിലയുള്ള വ്യത്യസ്തത പുലർത്തുന്ന തൊപ്പിത്തരങ്ങൾ വിപണികളിൽ സുലഭമാണ്. വിശുദ്ധ റംസാൻ ആരംഭിച്ചതോടെ നിസ്കാരത്തൊപ്പി വിപണിയും സജീവമായി. ഇന്ത്യൻ നിർമ്മിത തൊപ്പികൾക്കൊപ്പം ബംഗ്ലാദേശ്, ചൈന, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ നിന്നുമാണ് നിസ്കാരത്തൊപ്പികൾ വിപണിയിലെത്തുന്നത്. ഈ രാജ്യങ്ങളിൽ നിന്നുള്ള തൊപ്പികളാണ് ലോകത്ത് ബഹുഭൂരിപക്ഷം ആളുകളും ഉപയോഗിക്കുന്നത്. നിർമ്മിതിയിലും രൂപങ്ങളിലും നിറത്തിലുമുള്ള വൈവിധ്യം നിറച്ച് കാഴ്ചയിലെ പൊലിമ തന്നെയാണ് മറ്റേത് മേഖലയിലും പോലെ നിസ്കാരത്തൊപ്പിയിലും ആധിപത്യം നേടിയിരിക്കുന്നത്. മുയൽ രോമങ്ങളിലുണ്ടാക്കിയ തൊപ്പി, രാംപൂരി തൊപ്പി, ജിന്ന തൊപ്പി, കമ്പിളിത്തൊപ്പി, ഡബിൾ പർപ്പസ് ക്യാപ്പ്, സിൽക്ക് തൊപ്പി എന്നിവയുടെ വിപണനവും സജീവമാണ്.
തളങ്കര തൊപ്പിക്കും ആവശ്യക്കാർ ഏറെയാണ്. ഇവ കൈകൊണ്ട് തുന്നിയെടുക്കുന്നവയാണ്. ഇവക്ക് ചിത്രപ്പണിയും ധാരാളമുണ്ട്. ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മപ്പേരിൽ നിൽക്കുന്ന തുർക്കി തൊപ്പിയും സജീവമാണ്. വിശുദ്ധ റംസാൻ മാസം, നബിദിനം എന്നീ കാലയളവിലാണ് തൊപ്പികൾ കൂടുതലായും ചെലവാകുന്നതെന്നാണ് പയ്യന്നൂരിലെ അസരിയ സ്റ്റോർ ഉടമ പറയുന്നത്. ചെറിയ പൈസ മുതൽ 20 രൂപ മുതൽ 300 രൂപയോളം വരുന്ന തൊപ്പികൾ പല സൈസിലായിക്കൊണ്ട് നമ്മളെ ഷോപ്പിലിങ്ങനെ കച്ചവടം നടത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. റംസാൻ്റെ തുടക്കത്തിൽ തന്നെ തൊപ്പിൻ്റെ കുറേ ഡിമാൻഡ് ആൾക്കാരിങ്ങനെ വന്നു. കാരണം റംസാനെ വരവേൽക്കുന്ന തന്നെ തൊപ്പി ധരിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ റംസാനെ വരവേൽപ്പ് എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഒരുപാട് ആൾക്കാർ തൊപ്പിയുണ്ടോ എന്ന് അന്വേഷിച്ച് വന്നപ്പോൾ അവർക്കെല്ലാം പറ്റുന്ന രൂപത്തിൽ ധാരാളം തൊപ്പികൾ ഞങ്ങൾ ഷോപ്പിൽ ഇറക്കിയിട്ടുണ്ട്. ഇത്തവണ റംസാൻ വ്രതാരംഭത്തിൽ തന്നെ നിസ്കാര തൊപ്പി കച്ചവടം പൊടിപൊടിക്കുകയാണ്. മാടായി പഞ്ചായത്ത് അംഗം മുസ്ലിം ലീഗിലെ MT സുഹറ രാജിക്കൊരുങ്ങുന്നു. പഞ്ചായത്തിലെ ജൂനിയർ സൂപ്രണ്ട് സുഹറയെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ ഇവർ പരാതി നൽകിയിരുന്നെങ്കിലും ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കാൻ തയ്യാറാകാത്ത പഞ്ചായത്ത് ഭരണസമിതിയുടെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് സുഹറ രാജിക്കൊരുങ്ങുന്നത്. മാടായി പഞ്ചായത്തിലെ 12ാം വാർഡ് മെമ്പറായ MD സുഹറയാണ് പഞ്ചായത്ത് മെമ്പർ സ്ഥാനം രാജിവെക്കുന്നത്. മുസ്ലിം ലീഗ് പഞ്ചായത്ത് മെമ്പറായ സുഹറയെ കഴിഞ്ഞ മാസം പഞ്ചായത്ത് ജൂനിയർ സൂപ്രണ്ട് PK അബ്ദുൾ മുസ്തഫ കയ്യേറ്റം നടത്തിയതിനെതിരെ മുസ്ലിം ലീഗ് പാർട്ടിക്കും ഭരണസമിതിക്കും ഇവർ പരാതി നൽകിയിരുന്നു. ഇതിൽ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് താൻ രാജിവെക്കുന്നു എന്ന് സുഹറ മാധ്യമങ്ങളെ അറിയിച്ചു. ശനിയാഴ്ച പഞ്ചായത്ത് സെക്രട്ടറിക്ക് രാജിക്കത്ത് നൽകാൻ ഇവർ തീരുമാനിച്ചിരുന്നു. സെക്രട്ടറി ലീവായതിനാൽ തിങ്കളാഴ്ച രാവിലെ രാജിക്കത്ത് സമർപ്പിക്കും. സുഹ്രയുടെ രാജി മാടായി പഞ്ചായത്ത് മുസ്ലിം ലീഗിൽ പുതിയ പൊട്ടിത്തെറിക്ക് കാരണമാകും. മാട്ടൂൽ കാവിലെ പറമ്പ് ക്രോസ് ബാർ കാലപ്പഴക്കത്താൽ തകർന്നു. ഉപ്പുവെള്ള ഭീഷണി തടയുന്നതിനായി നിർമ്മിച്ച ക്രോസ് ബാർ തകർന്നു തുടങ്ങിയിട്ട് വർഷങ്ങളായെങ്കിലും പുതുക്കി പണിയാൻ ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിച്ചില്ല. ഉപ്പുവെള്ളം കയറി കാർഷിക വിഭവങ്ങൾ നശിക്കുകയും കുടിവെള്ളം മലിനമാവുകയും ചെയ്തതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. കാവിലെപ്പറമ്പ് പ്രദേശത്ത് ഉപ്പുവെള്ളം കയറുന്നത് തടയുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച ക്രോസ് ബാറാണ് കാലപ്പഴക്കത്താൽ തകർന്നത്. ക്രോസ് ബാർ തകർന്നതോടെ വേലിയേറ്റ സമയങ്ങളിൽ കാവിലെപ്പറമ്പ് പ്രദേശങ്ങളിൽ ഉപ്പുവെള്ളം കയറുന്നത് പതിവായിരിക്കുകയാണ്. ഉപ്പുവെള്ളം തടഞ്ഞു നിർത്തി പ്രദേശത്തെ കൃഷിഭൂമി സംരക്ഷിക്കുക, കുടിവെള്ളം സംരക്ഷിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഇവിടെ ക്രോസ് ബാർ നിർമ്മിച്ചിരുന്നത്. ക്രോസ് ബാർ തകർന്ന് വർഷങ്ങളായിട്ടും ഇത് പുതുക്കിപ്പണിയാനുള്ള യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്നും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ജനങ്ങൾ ഗ്രാമസഭയിലും പഞ്ചായത്ത് അധികാരികളോടും നിരവധി തവണ പരാതി പറഞ്ഞിട്ടും യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഉപ്പുവെള്ളം ഇങ്ങോട്ട് എല്ലാ സമയത്തും വരുന്നു. കര കഴിഞ്ഞ് അടുത്ത വീട്ടിലും കിണറിലെല്ലാം വെള്ളം ചീത്തയാവുന്നു. അത് പലതവണ വാർഡ് കമ്മിറ്റിയിലും രണ്ട് കഴിഞ്ഞ് പഞ്ചായത്ത് മെമ്പർമാരോട് ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചിരുന്നു. അവരതവരെ ആ സമയത്ത് ശരിയാക്കും, തൊഴിലുറപ്പ് കൊണ്ട് ശരിയാക്കും. ഇത് പ്രത്യേകം പരിപാടി ബഡ്ജറ്റ് ഇട്ടിട്ട് സൈഡ് കെട്ടും ചരലിടും എന്ന് പറയുന്നതാണ് ഇതുവരെ ഒന്നും ഫലപ്രദമായി. പ്രദേശത്തെ കുടിവെള്ള സ്രോതസ് സംരക്ഷിക്കാൻ കാവിലെപ്പറമ്പ് ക്രോസ് ബാർ പുതുക്കിപ്പണിയാനുള്ള ആവശ്യം ശക്തമായിരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പെരിങ്ങോം അഡീഷണൽ SI രാമചന്ദ്രവാര്യയെയും സംഘത്തെയും ആക്രമിച്ചതായി പരാതി. പെരിങ്ങോം KP നഗറിൽ ശനിയാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. KP നഗറിലെ പെരുങ്കുന്നോൻ ശ്രീധരൻ നമ്പ്യാരുടെ ഭാര്യ രാധാമണിയും സഹോദരനും തമ്മിലുള്ള സ്വത്ത് സംബന്ധമായ തർക്കത്തിനിടെ ഭാര്യ സഹോദരൻ രാധാകൃഷ്ണന്റെ വീടിന് നേരെ ആക്രമണം നടത്തുന്നുവെന്നറിഞ്ഞ് എത്തിയതായിരുന്നു പോലീസ്. ശ്രീധരൻ നമ്പ്യാർ, ഭാര്യ രാധാമണി, മകൻ സൂരജ് എന്നിവർക്കെതിരെ പോലീസിന് നേരെ ആക്രമണം നടത്തിയതായും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും കേസെടുത്തിട്ടുണ്ട്. പ്രൊബേഷൻ SI ശ്രീകാന്ത് മിശ്ര, സിവിൽ പോലീസ് ഓഫീസർ അശോകൻ, വനിതാ ഓഫീസർ അനിത എന്നിവർക്ക് നേരെയും അക്രമമുണ്ടായി. കാലവർഷം ശക്തിപ്പെട്ടു തുടങ്ങിയതോടെ വിശ്രമമില്ലാതെ പണിത്തിരക്കിലാണ് KSEB ജീവനക്കാർ. മഴയും കാറ്റും കനത്ത് മരങ്ങൾ വ്യാപകമായി പൊട്ടിവീഴാൻ തുടങ്ങിയതോടെ അറ്റകുറ്റപ്പണിക്ക് തിരക്കേറുക മാത്രമല്ല, ജോലിക്കിടയിലെ അപായ സാധ്യതയും വർദ്ധിച്ചു വരികയാണ്. നാടിന് വെളിച്ചമേകാൻ ഇരുട്ടിനെ വകവയ്ക്കാതെ ജോലി ചെയ്യുകയാണിവർ. കറണ്ട് നിലച്ചാൽ സ്തംഭിക്കുന്ന ജീവിതമാണിന്ന് മലയാളികൾക്ക്. വീട്ടകത്തും തൊഴിലിടങ്ങളിലും പൊതുവഴികളിൽ പോലും ഇതിനു മാറ്റമില്ല. മലയാളി ജീവിതത്തിലെ ഈ സ്തംഭനങ്ങളും ഇരുട്ടും അകറ്റാൻ രാപ്പകലില്ലാതെ വെയിൽമഴ ഭേദമില്ലാതെ പണിയെടുക്കുന്നവരാണ് KSEBയിലെ ജീവനക്കാർ. കാലവർഷം തുടങ്ങിയതോടെ ഇവർക്ക് വിശ്രമരഹിതമായി കഴിഞ്ഞിട്ടുണ്ട് ജീവിതം. പ്രത്യേകിച്ചും മലയോര മേഖലയിൽ പെടുന്ന സെക്ഷനുകളിലെ ജീവനക്കാർക്ക്.
മഴയൊന്നു കനത്തു പെയ്താൽ അല്ലെങ്കിൽ കാറ്റൊന്നു വീശിയാൽ അപ്പോഴിറങ്ങേണ്ടി വരും സർവ്വസന്നാഹങ്ങളുമായി ഇവർക്ക് ഫീൽഡിൽ. പൊട്ടിവീഴുന്ന മരക്കൊമ്പുകളോ അറ്റുവീഴുന്ന വൈദ്യുതി ലൈനുകളോ ഉടൻ നന്നാക്കി വൈദ്യുതി വിതരണം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ജനം ഇരുട്ടിൽ വലഞ്ഞതു തന്നെ. കറണ്ട് പോയാൽ പിന്നെ KSEB ഓഫീസിലെ ഫോണുകൾ തൊട്ട് ലൈൻമാൻ്റെ സ്വകാര്യ ഫോണിൽ വരെ കോളുകളുടെ നിലക്കാത്ത പ്രവാഹമാണ്. ഇതിന് നട്ടപ്പാതിരെയെന്നോ പൂങ്കോഴി പുലർച്ചെയെന്നോ ഭേദമില്ല. ഊണുറക്കങ്ങൾ ഉപേക്ഷിച്ച് നാടിൻ്റെ വെളിച്ചവും താളവും വീണ്ടെടുക്കാൻ ഇവർ ഏറ്റെടുക്കേണ്ടി വരുന്ന വെല്ലുവിളികളും ചെറുതല്ല. മതിയായ സുരക്ഷാ സംവിധാനങ്ങളൊന്നുമില്ലാതെ അത്യന്തം ദുർബലമായ മരണം ഏതു വഴിയെയും ചീറിവരുന്ന തൂണുകൾക്ക് മുകളിൽ ഇവർ ജീവൻ പണയപ്പെടുത്തിയാണ് പണിയെടുക്കുന്നത്. സന്ദേശത്തിലെ ചെറിയ പിഴവോ സാങ്കേതിക പിഴവോ സ്വന്തം അശ്രദ്ധയോ ഏതും ആയുസ്സൊടുക്കുന്ന അപകടമായി പതിയിരിപ്പുണ്ട് ഇവരുടെ കർമ്മവഴിയിൽ. ചെറുപുഴ പോലുള്ള സെക്ഷനു കീഴിൽ ഏറ്റവും അപകടകരമായ സാഹചര്യത്തിൽ പണിയെടുക്കുന്ന ഇവർക്ക് മതിയായ അംഗീകാരമോ പരിഗണനയോ നൽകാൻ പക്ഷേ പൊതുസമൂഹം ഒരിക്കലും തയ്യാറാവാറില്ല. കറണ്ട് പോയാൽ അത് പുനഃസ്ഥാപിക്കാൻ വൈകിപ്പോയാൽ കാര്യകാരണങ്ങൾ എന്തെന്ന് തിരക്കാതെയാണ് പലരും കല്ലും കുറുവടിയുമെടുത്ത് കറണ്ട് ഓഫീസ് തല്ലി തകർക്കാൻ എത്തുന്നതെന്ന് ഇവർ പരിഭവപ്പെടുന്നു. ജോലിഭാരവും അപായ സാധ്യതയും ഏറെയുണ്ടായിട്ടും നാട്ടിലെ വെളിച്ചം കെടാതിരിക്കാൻ കാറ്റും മഴയും വകവെക്കാതെ വിയർപ്പൊഴുക്കുന്ന തങ്ങളെ അംഗീകരിച്ചില്ലെങ്കിലും അവഹേളിക്കാതിരുന്നാൽ മതിയെന്നാണ് വെളിച്ചത്തിന്റെ ഈ കാവലാളുകൾക്ക് പറയാനുള്ളത്. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ ഗതാഗത മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വസതിയിലേക്ക് പട്ടിണി മാർച്ച് നടത്തുന്നവരോടുള്ള അനുഭാവം പ്രകടിപ്പിച്ച് പയ്യന്നൂർ ഡിപ്പോയിലും പ്രവർത്തകർ കഞ്ഞിവെപ്പ് സമരം നടത്തി. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വസതിയിലേക്ക് പട്ടിണി മാർച്ച് നടത്തുന്നു. അനുഭാവ സൂചകമായി പയ്യന്നൂർ ഡിപ്പോയിലും കഞ്ഞിവെപ്പ് സമരം നടത്തി. PP ഭാസ്കരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. T ബാലൻ അധ്യക്ഷനായി. എന്തായാലും ഈ 1-ാം തീയതി 2-ാം തീയതി 3-ാം തീയതി സ്ഥിരമായിട്ട് അവർക്ക് പെൻഷൻ കിട്ടേണ്ട രൂപത്തിലുള്ള ട്രഷറിയിൽ നിന്ന് ഗവൺമെന്റ് തന്നെ കൊടുക്കണം എന്നുള്ള രൂപത്തിലുള്ള ഒരു തീരുമാനത്തിലെത്തിക്കൊണ്ട് ഗവൺമെന്റ് ഈ KSRTC KK ജയപ്രകാശ്, KK രാമചന്ദ്ര പൊതുവാൾ, V മണിരാജ്, KP നാരായണൻ, MV അപ്പുക്കുട്ടൻ, NK കൃഷ്ണൻ, K സുധാകരൻ, NK വാസുദേവൻ തുടങ്ങിയവർ അഭിവാദ്യ പ്രസംഗം നടത്തി. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച വാഹന പ്രചരണ ജാഥ നഗരസഭ പയ്യന്നൂരിൽ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. ജൂൺ 29 നടത്തുന്ന സൂചനാ പണിമുടക്കിന് മുന്നോടിയായാണ് പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. ഹോട്ടലുകളിൽ ഭക്ഷണത്തിന് വില ഏകീകരണം നടപ്പാക്കുന്നതിൽ പ്രതിഷേധിച്ച് ജൂൺ 29 സംസ്ഥാന വ്യാപകമായി ഹോട്ടലുകൾ അടച്ചിട്ട് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുന്നതിന്റെ പ്രചരണാർത്ഥമാണ് പയ്യന്നൂരിൽ നിന്ന് വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. ചെയർപേഴ്സൺ KV ലളിത ജാഥ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഉന്നയിക്കുന്നത് പോലെ എല്ലാ ഹോട്ടലുകളിലും വില ഏകീകരണം നടത്തുമ്പോൾ നിത്യോപയോഗ സാധനങ്ങൾ ഹോട്ടലുകളിൽ സാധനങ്ങൾ ഉണ്ടാക്കേണ്ട മെറ്റീരിയൽസിൻ്റെ വില നിയന്ത്രണം അത് നിയന്ത്രിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു വില നിയന്ത്രണം കൊണ്ട് ഹോട്ടലുകളിലെ ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രണം കൊണ്ട് കാര്യമുള്ളൂ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. 22 ജാഥ ചക്കരക്കലിൽ സമാപിക്കും. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KP ബാലകൃഷ്ണ പൊതുവാൾ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി M അലിക്കുഞ്ഞിയാണ് ജാഥ ലീഡർ. സംസ്ഥാന വൈസ് പ്രസിഡന്റ് K അച്യുതൻ, P ഗോപാലൻ, A നാരായണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കാലവർഷത്തിൽ ചെറുപുഴ നല്ലോംപുഴ റോഡ് തകർന്ന് ഇതുവഴി യാത്ര തീർത്തും ദുഷ്കരമായി. ദുർഘടമായ റോഡിൽ അപകടം പതിവായതിനാൽ വാഹന ഗതാഗതം നിർത്തിവച്ചിരിക്കുകയാണിപ്പോൾ. ചെറുപുഴ പുതിയ പാലം മുതൽ നല്ലോംപുഴ വരെയുള്ള റോഡ് മെക്കാഡംഗ് ടാറിങ്ങിനായി പണി നടക്കുകയായിരുന്നു. ഇതിനായി റോഡിന് ഇരുവശത്തും വീതി കൂട്ടി മൺപണിയെടുത്തിരുന്നു. ഇതാണ് മഴ വന്നതോടെ റോഡ് ചെളിക്കുളമാകാൻ കാരണം. പശുപശപ്പുള്ള മണ്ണായതിനാൽ വാഹനങ്ങൾ ഓടുമ്പോൾ തെന്നിമാറുകയും റോഡരികിലെ മണ്ണിൽ താഴുകയും പതിവായിരിക്കുകയാണ്. ബസ് അടക്കമുള്ള വലിയ വാഹനങ്ങൾ ചെളിയിൽ താഴുകയോ ചെരിയുകയോ ചെയ്യാത്ത ദിവസങ്ങളില്ല. അതുകൊണ്ടുതന്നെ വാഹനങ്ങളെല്ലാം ഇതുവഴി പോകുന്നത് നിർത്തിവച്ചിരിക്കുകയാണ്. ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നവർ ജീവൻ പണയപ്പെടുത്തിയാണ് ഈ വീതിയിലൂടെ കടന്നു പോകുന്നത്. PWDയും കോൺട്രാക്ടറും ഈ ദയനീയ സ്ഥിതിയിൽ മുഖം തിരിക്കുമ്പോൾ
പ്രതിഷേധിക്കാൻ കഴിയാതെ വിഡ്ഢികളാകുന്നത് സമൂഹമാണ്. ദുരന്തം സംഭവിച്ചതിനു ശേഷം ദുരന്ത നിവാരണം ചെയ്യുന്ന നമ്മുടെ ഭരണകൂടം ഇവിടെയും ഇതുതന്നെ ആവർത്തിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ മഴക്കാല രോഗപ്രതിരോധ ബോധവൽക്കരണ ജാഥയും മാജിക് ഷോയും കാങ്കോൽ ടൗണിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ഉഷ ചടങ്ങിൽ അധ്യക്ഷയായി. ഡോക്ടർ ദീപ്തി മരിയ ജോർജ് പദ്ധതി വിശദീകരണം നടത്തി. പി ഓമന, കെ ലക്ഷ്മണൻ, സി ഷീജ, കെ സരസ്വതി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പ്രചരണ വാഹനം നിരവധി കേന്ദ്രങ്ങളിലെ പരിപാടികൾക്കു ശേഷം ജാഥ മാത്തിൽ സമാപിച്ചു. പയ്യന്നൂർ MLA നടപ്പാക്കുന്ന പുരയിട ഫലവൃക്ഷ വ്യാപന പദ്ധതി കനിമധുരത്തിന്റെ കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് തല ഫലവൃക്ഷ തൈ വിതരണോദ്ഘാടനം പുത്തൂർ പാച്ചേനി പുന്നക്കോടൻ സ്മാരക കലാവേദി പരിസരത്ത് നടന്നു. വിതരണോദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV ഗൗരി നിർവഹിച്ചു. ഭക്ഷ്യസുരക്ഷിതത്വം, പരിസ്ഥിതി സംരക്ഷണം, ആരോഗ്യ സംരക്ഷണം എന്നീ വീക്ഷണത്തോടെ നമുക്കാവശ്യമായ വിഷമയമില്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ സ്വന്തം മണ്ണിൽ ഉൽപ്പാദിപ്പിച്ച് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കനിമധുരം പദ്ധതി നടപ്പിലാക്കുന്നത്. ഇത്തരമൊരു പദ്ധതി വിജയിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ PV ഗൗരി പറഞ്ഞു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T പത്മാവതി അധ്യക്ഷയായി. കാന ഗോവിന്ദൻ പദ്ധതി വിശദീകരണം നടത്തി. PP സുരേന്ദ്രൻ, CM ഈശ്വരപ്രസാദ്, PV ലക്ഷ്മണൻ നായർ, T ഗോപാലൻ, കെ ലക്ഷ്മണൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നിരവധി പേർ ബലവൃക്ഷ തൈകൾ വാങ്ങാനെത്തിയിരുന്നു. റെയിൽവേ നടത്തുന്ന നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തോട് മണ്ണിട്ട് നികത്തി. ഇതോടെ മാടായി ചൈനാക്ലേ റോഡ് പരിസരം വെള്ളക്കെട്ട് ഭീഷണിയിൽ. മാടായി ചൈനാക്ലേ റോഡ് പരിസരത്ത് നിന്നും വെള്ളം ഒഴുകിപ്പോകുന്ന ഓവുചാലും തോടും റെയിൽവേ അധികൃതർ മാസങ്ങൾക്ക് മുൻപ് നികത്തിയിരുന്നു. മഴയെത്തിയതോടെ ചൈനാക്ലേ റോഡും പ്രദേശത്തെ നിരവധി വീടുകളും വെള്ളക്കെട്ട് ഭീഷണിയിലായി. വെള്ളം ഒഴുകിപ്പോകാൻ സൗകര്യമില്ലാത്തതാണ് പ്രദേശം വെള്ളക്കെട്ടിലാക്കാൻ കാരണമായത്. ചൈനാക്ലേ റോഡ്, മാടായി തെരു പ്രദേശങ്ങളിൽ നിന്നും മഴക്കാലത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുള്ള തോട് വഴിയാണ് വെള്ളം ഒഴുകി പഴയങ്ങാടി പുഴയിലേക്ക് എത്തുന്നത്. പ്രശ്നത്തിന്റെ ഗൗരവം നേരത്തെ തന്നെ നാട്ടുകാർ കരാറുകാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നുവെങ്കിലും അനുകൂല നടപടികളൊന്നും ഉണ്ടായില്ല. പ്രദേശത്തുകാർ ദുരിതത്തിലായിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്നും യാതൊരു നടപടിയും ഇന്നേവരെ ഉണ്ടായിട്ടില്ല. തോട്ടിലെ മണ്ണ് നീക്കം ചെയ്ത് വെള്ളം ഒഴുകിപ്പോകാൻ അടിയന്തരമായി സൗകര്യമൊരുക്കിയില്ലെങ്കിൽ മാടായിലെ നിരവധി കുടുംബങ്ങൾ ദുരിതത്തിലാകും. റമദാൻ മാസം പിറന്നതോടെ വിശ്വാസികൾ സംഘം ചേർന്നും അല്ലാതെയും ദാനധർമാദി പുണ്യപ്രവർത്തികൾ സജീവമാക്കി തുടങ്ങി. തൃക്കരിപ്പൂർ വൾവക്കാട് ശാഖ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ റംസാൻ റിലീഫ് കിറ്റ് വിതരണം ചെയ്തു. ഇതിന്റെ ഭാഗമായിട്ട് പാലിയേറ്റീവ് കെയർ തുടങ്ങിയിട്ടുള്ള ചില പദ്ധതികൾ അവർ ആവിഷ്കരിച്ചു വരുന്നുണ്ട്. അപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വൾവക്കാട് MSS പരിസരത്ത് നടന്ന റംസാൻ റിലീഫ് കിറ്റ് വിതരണോദ്ഘാടനം മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി MC ഖമറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഷംസുദ്ദീൻ BPM അധ്യക്ഷത വഹിച്ചു. സത്താർ വടക്കുംപാട്, റിയാസ് അലി EK, ഹാഷിം AK, യൂസഫ് ഹാജി, അഷറഫ് മുൻഷി, ഷംഷാദ് AGC, റാഷിദ് T തുടങ്ങിയവർ സംസാരിച്ചു. യോഗ പരിശീലനത്തിൽ 3 പതിറ്റാണ്ട് കാലമായി സജീവ സാന്നിധ്യമാണ് പയ്യന്നൂരിലെ VV ശിവരാമൻ. യോഗയിലൂടെ ആരോഗ്യ സന്തുലനം നേടുകയെന്ന ലക്ഷ്യവുമായാണ് ഇദ്ദേഹം തന്നെ തേടിയെത്തുന്നവരെ യോഗ പരിശീലിപ്പിക്കുന്നത്. യോഗയുടെ സാധ്യതകൾ ലോകം കൂടുതൽ തിരിച്ചറിയുന്ന ഈ ഘട്ടത്തിൽ ശിവരാമനെ പോലെ യോഗയ്ക്കു വേണ്ടി സമർപ്പിക്കപ്പെട്ടവരുടെ മനുഷ്യരുടെ യജ്ഞങ്ങൾ സഫലമായി തീരുകയാണ്. ജൂൺ 21 യോഗാ ദിനം ആചരിക്കുമ്പോഴും പയ്യന്നൂരിലെ ശിവരാമൻ യോഗ പരിശീലനത്തിന്റെ 4 പതിറ്റാണ്ട് പൂർത്തിയാക്കുന്നു. 1977 മുതൽ നീലേശ്വരം കാവിൽ ഭവൻ യോഗ പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിലെ യോഗാചാര്യൻ രാമൻ മാസ്റ്ററുടെ ശിക്ഷണത്തിൽ യോഗാ പഠനം തുടങ്ങിയതാണ്. യോഗയിൽ 1000-ൽ പരം ആൾക്കാർക്ക് പരിശീലനം നൽകിയിട്ടുണ്ട്. കുഞ്ഞിമംഗലം ഹൈസ്കൂളിലും പയ്യന്നൂർ കോളേജിലും കാഞ്ഞങ്ങാട് നിത്യാനന്ദ പോളിയിലും വോളിബോൾ ക്യാപ്റ്റനായിരുന്നു. മാസ്റ്റേഴ്സ് അത്ലറ്റിക്സിൽ 28 സംസ്ഥാനങ്ങൾ പങ്കെടുത്ത മത്സരത്തിൽ മെഡൽ നേടിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലായി റോട്ടറി ക്ലബ്ബ്, ലയൺസ് ക്ലബ്ബ് സംഘടനകൾക്കു വേണ്ടിയും നീന്തൽ പരിശീലനം നടത്തിവരുന്നുണ്ട്. യോഗ പുതുതലമുറകളിൽ എത്തിക്കുന്നതിനായി സ്കൂളുകൾ തോറും പരിശീലന പരിപാടിയുമായി മുന്നോട്ടു പോവുകയാണ് ശിവരാമൻ.
നിങ്ങളെല്ലാവരും യോഗ ചെയ്യണം. യോഗ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ യോഗ അഭ്യാസവും യോഗയും പ്രാണായാമവും കൂടിയതാണ്. അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ ജീവശക്തികൾ ഉണരുകയുള്ളൂ. നമ്മളെ ആന്തരികമായ ആ എല്ലാ കോശങ്ങൾക്കും പ്രാണശക്തി കൊടുക്കുന്നത് വായു കൊണ്ടാണ്, പ്രാണവായു. അപ്പോൾ യോഗാസനത്തിൽ പ്രാണായാമം കൂടെ ചേർത്തുകൊണ്ട് ആണ് ചെയ്യേണ്ടത്. ഇതിനിടയിലും പയ്യന്നൂരിൽ ജനനി ഹാർഡ്വെയർ എന്ന സ്ഥാപനം നടത്തിവരികയാണ് ഇദ്ദേഹം. യോഗ പരിശീലനത്തിനായി പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ ശിവരാമന്റെ ഫോട്ടോകളാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ശനിയാഴ്ച രാവിലെ വീശിയടിച്ച ശക്തമായ കാറ്റിൽ തൃക്കരിപ്പൂർ കൂവാരത്തെ മനോഹരൻ കൂവാരത്തിന്റെ വീടിന് മുകളിൽ തെങ്ങ് പൊട്ടിവീണു. വീടിന് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു. തൃക്കരിപ്പൂർ കൊയോങ്കര ആയുർവേദ ആശുപത്രിക്ക് സമീപത്തെ മനോഹരൻ കൂവാരത്തിന്റെ വീടിന് മുകളിൽ തെങ്ങ് പൊട്ടിവീണു. ചിമിണിക്ക് മുകളിൽ വെച്ചിരുന്ന സിന്തറ്റിക് വാട്ടർ ടാങ്ക് പൂർണ്ണമായും തകർന്നു. ദിശ അല്പം മാറിപ്പതിച്ചിരുന്നെങ്കിൽ സമീപത്തുള്ള ഓലമേഞ്ഞ ആലയും ആലയിലുണ്ടായിരുന്ന ഗർഭിണിയായ പശുവടക്കം 3ഓളം പശുക്കൾക്കും അപായം സംഭവിക്കുമായിരുന്നു. അത്തരമൊരു അത്യാഹിതത്തിൽ നിന്നും രക്ഷപ്പെട്ട ആശ്വാസത്തിലാണ് വീട്ടുകാർ. പയ്യന്നൂർ കോളേജ് NSS യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ കുഞ്ഞിമംഗലം പ്രാഥമിക ആരോഗ്യ കേന്ദ്രവുമായി സഹകരിച്ച് മഴക്കാല രോഗ പ്രതിരോധ മുന്നൊരുക്കങ്ങളും കൊതുകു നിവാരണ പ്രവർത്തനവും സംഘടിപ്പിച്ചു. പയ്യന്നൂർ കോളേജ് NSS യൂണിറ്റുകൾ കുഞ്ഞിമംഗലം പ്രാഥമിക ആരോഗ്യ കേന്ദ്രവുമായി സഹകരിച്ച് മഴക്കാല മുന്നൊരുക്കങ്ങളും കൊതുകു നിവാരണവും നടത്തി. ക്യാമ്പ് കുഞ്ഞിമംഗലം ഹെൽത്ത് ഇൻസ്പെക്ടർ KV ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. NSS പ്രോഗ്രാം ഓഫീസർ DA ദിനേശൻ അധ്യക്ഷനായി. പത്മനാഭൻ കാവുമ്പായി, ഹരികൃഷ്ണൻ B, ഹുസൈൻ A എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾ ക്യാമ്പസിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും ബ്ലീച്ചിംഗ് പൗഡർ വിതറുകയും ചെയ്തു. ഭാരതീയ ചികിത്സാ വകുപ്പിന്റെയും തങ്കയം യുവതാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും മഴക്കാല രോഗ പ്രതിരോധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ഭാരതീയ ചികിത്സാ വകുപ്പിന്റെയും തങ്കയം യുവധാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും മഴക്കാല രോഗ പ്രതിരോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. കുന്നച്ചേരി ALP സ്കൂളിൽ നടന്ന ക്യാമ്പ് കുന്നച്ചേരി ALP സ്കൂൾ ഹെഡ്മിസ്ട്രസ് T വിലാസിനി ഉദ്ഘാടനം ചെയ്തു. യുവധാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പ്രസിഡന്റ് TV ജനാർദ്ദനൻ അധ്യക്ഷനായി. KK വിജയൻ, ഡോക്ടർ S വിജയ, TV കുഞ്ഞികൃഷ്ണൻ, MV ലക്ഷ്മണൻ, P രാജു തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഡോക്ടർ S വിജയ, ഡോക്ടർ സത്യേന്ദ്ര CD തുടങ്ങിയവർ രോഗികളെ പരിശോധിച്ചു. കരിവള്ളൂർ A1 ക്ലബ്ബ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വായനാ ക്വിസ് സംഘടിപ്പിച്ചു. LP, UP, ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾക്കായാണ് ക്വിസ് മത്സരം സംഘടിപ്പിച്ചത്. നിരവധി കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു. എല്ലാ കുട്ടികളോടും പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇവിടെ ഒരു നല്ല ഒരു ഗ്രന്ഥശാലയുടെ പോലെ നിങ്ങളെല്ലാം മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾ മത്സരം കഴിഞ്ഞാലും മറ്റു കുട്ടികൾ അതിനിടയിലും മേലെയുള്ള ഗ്രന്ഥശാലകൾ കാണുകയും പുസ്തകങ്ങളും അതുപോലെ ആനുകാലികങ്ങളും നോക്കുകയും അങ്ങനെ എന്താണ് ഗ്രന്ഥശാല, എന്താണ് വായന. പയ്യന്നൂരിലെ വ്യാപാരിയും മുൻ ചേംബർ വൈസ് പ്രസിഡന്റുമായിരുന്ന V മൊയ്തീൻകുട്ടി ഹാജിയുടെ നിര്യാണത്തിൽ പ്രസിഡന്റ് KU വിജയകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം അനുശോചനം രേഖപ്പെടുത്തി. V നന്ദകുമാർ, MP തിലകൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട MP തിലകനെ പയ്യന്നൂരിൽ ചേർന്ന ചേംബർ ഭരണസമിതി യോഗം അനുമോദിച്ചു. ഇനി മാറ്റൊലി. പലിശരഹിത കാർഷിക വായ്പയ്ക്കുള്ള സബ്സിഡിയും കേന്ദ്ര സർക്കാർ നിർത്തലാക്കുന്നു. ജൂൺ 30 വരെ മാത്രം ഇത്തരം വായ്പകൾ അനുവദിച്ചാൽ മതിയെന്ന് നിർദ്ദേശം ബാങ്കുകൾക്ക് നൽകിക്കഴിഞ്ഞു. ജനങ്ങളുടെ പ്രതികരണത്തിലേക്ക്. തീർച്ചയായും നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കർഷകർക്ക് ഏറ്റവും ദ്രോഹകരമായ ഒരു തീരുമാനം ഈ സബ്സിഡി നിർത്തൽ ചെയ്യാനുള്ള തീരുമാനത്തിൽ നിന്ന് കേന്ദ്ര ഗവൺമെൻറ് അടിയന്തരമായി പിന്തിരിയണമെന്നും കേരളത്തിൻ്റെ ദീർഘവീക്ഷണമില്ലാത്ത ഒരു തീരുമാനമായിട്ടാണ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഈ തീരുമാനത്തെ കാണുന്നത്. അത് കാർഷിക വായ്പയുടെ പേരിൽ കൃത്യമായ രേഖകൾ ഉണ്ടാക്കിക്കൊണ്ട് യഥാർത്ഥ ആളുകൾക്ക് കിട്ടേണ്ട വായ്പകൾ തട്ടിയെടുത്ത് യഥാർത്ഥ കർഷകരെ വഞ്ചിക്കുന്ന ഒരവസ്ഥ ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ അത്തരം കള്ള നാണയങ്ങളെ പൊളിച്ചെഴുതാൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ ഈ കാർഷിക വായ്പയുടെ സബ്സിഡി എടുത്തു കളഞ്ഞത്. തീർച്ചയായിട്ടും നല്ലൊരു തീരുമാനമാണ്. യഥാർത്ഥ വായ്പകൾ കർഷകർക്ക് മാത്രം ലഭിക്കുകയും അതിൻ്റെ ആനുകൂല്യങ്ങൾ അവരിലേക്ക് തന്നെ എത്തുകയും ചെയ്യുന്ന ഒരു നല്ലൊരു നടപടിയായിട്ടാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ തീരുമാനത്തെ കാണാൻ സാധിക്കുന്നത്. സമ്പദ് വ്യവസ്ഥയുടെ നട്ടലായ കാർഷിക രംഗത്തെ പോലും ഇതിൻ്റെ നടുവൊടിക്കുന്ന നടപടിയാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ്. ഇങ്ങനായാൽ എല്ലാവരും പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരും.
സാധാരണക്കാരന് ലഭ്യമായിരുന്ന ഒരുപാട് ആനുകൂല്യം കുറക്കുകയും അതുപോലെ തന്നെ വലിയ കമ്പനികളെ പ്രോത്സാഹിപ്പിക്കും. അവരുടെ നികുതികൾ ഇല്ലായ്മ ചെയ്യുകയും, കാരണം അവർക്ക് എല്ലാവിധ ഇളവുകൾ കൊടുക്കുകയും സാധാരണക്കാരന് ലഭിക്കേണ്ടുന്ന ഇളവുകൾ എല്ലാം എടുത്തുകളയും ചെയ്യുന്ന വളരെ ജനദ്രോഹകരമായ നടപടിയാണ് ഇത് എന്നാണ് എൻ്റെ അഭിപ്രായം. അറിയിപ്പുകൾ. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2015-16 വർഷത്തിൽ നടപ്പിലാക്കുന്ന ഉണർവ് പദ്ധതി ധനസഹായത്തിനായി കേരള ഗ്രന്ഥശാല സംഘത്തിൽ രജിസ്റ്റർ ചെയ്ത ഗ്രന്ഥശാലകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചുകൊള്ളുന്നു. അപേക്ഷാ ഫോറത്തിനായി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെടുക. വിശദവിവരങ്ങൾക്ക് 049852022927 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജനശ്രീ മിഷൻ കടന്നപ്പള്ളി പാണപ്പുഴ മണ്ഡലസഭ സൗജന്യ PSC കോച്ചിംഗ് ക്ലാസ് കണ്ടോന്താർ ഇടമന UP സ്കൂളിൽ വെച്ച് ജൂൺ 21 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ നടത്തുന്നു. നാപ് വെൽഫെയർ സൊസൈറ്റി വെള്ളൂർ വാർഷിക പൊതുയോഗം ജൂൺ 21 ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് AV റോഡിലുള്ള മലയാള ഭാഷാ പാഠശാലയിൽ വെച്ച് നടക്കും. KSKTU കോറം വെസ്റ്റ് വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇക്കഴിഞ്ഞ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കർഷക തൊഴിലാളി യൂണിയൻ മെമ്പർമാരുടെ മക്കൾക്കുള്ള അനുമോദനവും ക്യാഷ് അവാർഡ് വിതരണവും ജൂൺ 21 ഉച്ചയ്ക്ക് 2:30 മുതിയലം AKG മന്ദിരത്തിൽ വെച്ച് നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാറ്റിലും മഴയിലും മലയോരത്തും തീരദേശത്തും വ്യാപക നാശനഷ്ടങ്ങൾ. നിരവധി വീടുകൾക്കും തൊഴുത്തുകൾക്കും കേടുപാടുകൾ. നൂറുകണക്കിന് വാഴകൾ ഉൾപ്പെടെ കാർഷിക വിളകളും വൻതോതിൽ നശിച്ചു. ഹക്കീം വധം. സംയുക്ത സമരസമിതിയുടെ നിരാഹാര സത്യാഗ്രഹ സമരം 38ാം ദിവസത്തിലേക്ക്. 13 ദിവസമായി നിരാഹാരം തുടരുന്ന സംയുക്ത സമരസമിതി അംഗം TTV ലാലുവിന്റെ ആരോഗ്യനിലയിൽ ആശങ്ക. മാട്ടൂൽ കാവിലേപ്പറമ്പ് ക്രോസ് ബാർ കാലപ്പഴക്കത്താൽ തകർന്നു. പുതുക്കിപ്പണിയാൻ നടപടിയില്ല. പ്രദേശം ഉപ്പുവെള്ള ഭീഷണിയിൽ. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. പഴയങ്ങാടി എരിപുരത്തെ വാട്ടർ അതോറിറ്റിയുടെ ടാങ്ക് പൊളിച്ചു നീക്കിയ കേസ്. പ്രതി ബിലാവിന്റെ അകത്ത് തൻവീർ അഹമ്മദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തിന് ഒത്താശ ചെയ്ത ചില ഉന്നതരും കേസിൽ കുടുങ്ങിയേക്കും. വിശുദ്ധ റംസാൻ ആരംഭിച്ചതോടെ നിസ്കാര തൊപ്പി വിപണി കൂടുതൽ സജീവമായി. 50 രൂപ മുതൽ 300 രൂപ വരെ വിലയുള്ള വ്യത്യസ്തത പുലർത്തുന്ന തൊപ്പിത്തരങ്ങൾ വിപണിയിൽ സുലഭം. മാടായി പഞ്ചായത്ത് അംഗം മുസ്ലിം ലീഗിലെ MT സുഹറ രാജിക്കൊരുങ്ങുന്നു. തന്നെ കയ്യേറ്റം ചെയ്ത പഞ്ചായത്ത് ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കാൻ തയ്യാറാകാത്തതിലുള്ള പ്രതിഷേധമാണ് രാജ്യസന്നദ്ധയ്ക്ക് പിന്നിലെന്ന് സൂചന. കാലവർഷത്തിൽ ചെറുപുഴ നല്ലോംപുഴ റോഡ് തകർന്ന് ഇതുവഴി യാത്ര തീർത്തും ദുഷ്കരമായി. ദുർഘടമായ റോഡിൽ അപകടം പതിവായതിനെ തുടർന്ന് വാഹന ഗതാഗതം നിർത്തിവെച്ചു. കാലവർഷം ശക്തിപ്പെട്ടു തുടങ്ങിയതോടെ വിശ്രമമില്ലാത്ത പണിത്തിരക്കിലാണ് KSEB ജീവനക്കാർ. കാറ്റും മഴയും പ്രതികൂല കാലാവസ്ഥയും വകവയ്ക്കാതെ നാടിന്റെ വെളിച്ചവും ഊർജവും കാക്കുകയാണിവർ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.